സമാൻ ഖുർആൻ ഹിദായത്തല്ലയോ? ഖുർആനെ പറ്റി പറഞ്ഞ വാക്കന്നെ അതല്ലേ? ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ്. ഇത് ജനങ്ങൾക്ക് സന്മാർഗമാണ്. നമ്മളൊക്കെ അല്ലാഹുവിനോടൊരു ദിവസം 17 തവണയാണ് ചോദിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ സന്മാർഗം കാണിച്ചു തരണമേ. എന്തായി ചോദിക്കുന്നത്? ജന്മനാ മുസ്ലിമാകാൻ ഭാഗ്യമുണ്ടായവർ, അല്ലാഹുവേ ആ ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടുപോരാൻ ഞങ്ങളെ സഹായിക്കണമേ, നിലനിർത്തിക്കൊണ്ടുപോരാൻ സഹായിക്കണമേ. കാരണം ഇന്നലികുല്ലി അമലിൻ ശിറഹ് വലികുല്ലി ശിറത്തിൻ ഫത്റ ഫമൻ കാനത് ഫത്റതുഹു ഇലാ സുന്നതി ഫഖദ് ഇഹ്തദാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾക്ക് ആവേശമുള്ള ഒരു കാലമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നലികുല്ലി അമലിൻ ശിറഹ്, ഏതൊരു അമലിനും ആവേശത്തിന്റെ ഒരു കാലമുണ്ട്. നിങ്ങൾ തന്നെ ഓർത്തു നോക്കൂ, ഒരുപാട് ഖുർആൻ ഓതിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ നമ്മുടെ ജീവിതങ്ങളിൽ? ഒരുപാട് ദിക്ർ ചൊല്ലിയിരുന്ന കാലം, ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തിരുന്ന കാലം, ഒരുപാട് തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന കാലം, ഒരുപാട് ദാനധർമ്മം കൊടുക്കാൻ ആവേശം കൊണ്ടിരുന്ന കാലം. പിന്നെ ഇതൊക്കെ നിന്നില്ലയോ? കുറഞ്ഞു പോയില്ലേ? മടുപ്പ് വന്നില്ലേ? നമ്മൾ മാറ്റിവെച്ചില്ലയോ? വേറെ പലതും നമ്മളെ എൻഗേജ് ചെയ്തില്ലേ? നമ്മുടെ വാട്സപ്പുകളും ഫേസ്ബുക്കുകളും ഇൻസ്റ്റകളും ഒക്കെ കയറി വന്നപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ലേ? ഇബാദത്തിന്റെ വഴി അവിടെ നിന്നുപോയില്ലേ? പുണ്യനബി ഞങ്ങൾ പറയുകയാണ്, ഏതൊരു ഇബാദത്തിനും ഒരാവേശത്തിന്റെ കാലമുണ്ട്, ഏതൊരു ആവേശത്തിനും ഒരു തളർച്ച വരും. വലികുല്ലി ശിറത്തിൻ ഫത്റ ഫമൻ കാനത് ഫത്റതുഹു ഇലാ സുന്നതി ഫഖദ് ഇഹ്തദാ. ആവേശം കഴിഞ്ഞാൽ ഒരു തളർച്ച വരും. ആ തളർച്ച വരുമ്പോഴും ആരൊക്കെയാണോ എൻ്റെ സുന്നത്തിൽ ജീവിക്കുന്നത് അവർ ഹിദായത്തുൽ തന്നെയാണ്. ആവേശം നിലനിർത്തി കൊണ്ടുപോകുന്നത് ഒരു പ്രശ്നമാണ്. കൺസിസ്റ്റൻസി അതൊരു ചാലഞ്ചാണ്. അതുകൊണ്ടാണ് അല്ലാഹുവേ സന്മാർഗദർശനം മാതാപിതാക്കളിലൂടെ, ഉമ്മയുടെ ഉദരത്തിലൂടെ കുഞ്ഞായി ജനിച്ചപ്പോഴേക്കും ജന്മനാ മുസ്ലിമാകാനുള്ള ഭാഗ്യമുണ്ടായ എനിക്ക് എൻ്റെ ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടുപോരാൻ എന്നെ സഹായിക്കണമേ. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്. സബഉൽ മഥാനി എന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പേര് സൂറത്തു തഅലീമിൽ മസ്അല. അല്ലാഹുവിനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത്, എങ്ങനെയാണ് ദുആ ഇരക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സൂറയാണ് ഖുർആനിലെ ആദ്യത്തെ സൂറയല്ലേ സൂറത്തുൽ ഫാത്തിഹ. ഖുർആന്റെ ക്രോണോളജി വെച്ചല്ല, മുസ്ഹഫ് നോക്കിയാൽ ആദ്യത്തെ സൂറയല്ലേ അത്. അല്ലാഹുവിനെ എങ്ങനെയാണ് പരിചയപ്പെടേണ്ടത്, റബ്ബിനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത്, എന്താണ് ചോദിക്കേണ്ടത്? സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹുവിനോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം, ഇഹ്ദിനാ, സന്മാർഗ ദർശനം നൽകണേ. ഇസ്ലാമിലേക്ക് ഹിദായത്ത് ലഭിക്കുന്നതിന്റെ മൂല്യമറിയാത്തവരാണ് നമ്മൾ. അല്ലാഹു ജന്മന മാതാവോ പിതാവോ ഇതിലേതെങ്കിലും ഒരാൾ മുസ്ലിമാണെങ്കിൽ ജനിക്കുന്ന മക്കൾ ബൈ ഡിഫോൾട്ട് മുസ്ലിമാണെന്നാണ് ശരീഅത്തിന്റെ നിയമം. മനുഷ്യന്മാർക്ക് വേറെ നിയമങ്ങൾ ഉണ്ടാവാം, രാജ്യങ്ങൾക്ക് നിയമങ്ങൾ ഉണ്ടാകാം. ഇസ്ലാമിന്റെ നിയമപ്രകാരം മാതാവോ പിതാവോ രണ്ടിൽ ഒരാൾ മുസ്ലിമാണെങ്കിൽ ഭാര്യയും ഭർത്താവും രണ്ടാളും മുസ്ലിമാവണമെന്നാണ് ശരീഅത്തിന്റെ നിയമം. അതാണ്. പക്ഷേ ഏതെങ്കിലും ഒരവസ്ഥയിൽ ഒരാൾ മുസ്ലിമും മറ്റൊരാൾ കാഫിറുമാകുന്ന അവസ്ഥ വന്നാൽ അവരുടെ വിവാഹം പോലും ശരിയല്ലെന്നാണ്. പക്ഷേ അങ്ങനെ ഒരാൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് അതിൽ ഒരാൾ മുസ്ലിമാണെങ്കിൽ തന്നെ ജന്മനാ കുഞ്ഞിന് ഇസ്ലാം ലഭിക്കുമെന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജന്മനാ മുസ്ലിമാവാനുള്ള ഭാഗ്യം നമുക്ക് നൽകി. ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെങ്ങാനും മറ്റേതെങ്കിലും ഒരു ജാതിയിലോ ഒരു മതവിശ്വാസങ്ങളിലോ ഒരു കുടുംബത്തിലോ ഒരു തറവാട്ടിലോ ആണ് ജനിച്ചിരുന്നത് എങ്കിൽ ഈ മതം ഇസ്ലാം ഇത് കണ്ടെത്താനും അറിയാനും പഠിക്കാനും ഗവേഷണം ചെയ്യാനും നമ്മൾ ബാധ്യസ്ഥരായിരുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലി അള്ളാഹിന്റെ ദീനിലേക്ക് കടന്നു വരേണ്ടവരാകുമായിരുന്നു നമ്മൾ. നമുക്കതിന് കഴിയുമായിരുന്നോ? അത്ര ധൈര്യം നമുക്കുണ്ടാകുമോ? ഭീഷണി വരില്ലേ? ഭീഷണി ഉണ്ടാവില്ലേ? നമ്മുടെ കഴിഞ്ഞ കാലം ഡിലീറ്റ് ചെയ്യുകയല്ല, കഴിഞ്ഞ കാലം ഫോർമാറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു പുതിയ ജീവിതം തുടങ്ങുമ്പോഴാ ദീൻ പലർക്കും കിട്ടുന്നത്. നമുക്ക് അങ്ങനെ ഒരു അവസരമാണ് വന്നിരുന്നത് എങ്കിൽ
നമ്മൾക്ക് ഹിദായത്ത് ലഭിക്കുമായിരുന്നോ? നമ്മളതിന് ശ്രമിക്കുമായിരുന്നോ? ജന്മനാ നമുക്കിത് ലഭിച്ചപ്പോ നമ്മൾ കാണുന്നത് ഉമ്മ സുജൂദ് ചെയ്യുന്നതാണ്, ഉപ്പ സുജൂദ് ചെയ്യുന്നതാണ്. അവർ നിസ്കരിക്കുന്നവരാണ്, അവർ നോമ്പ് നോൽക്കുന്നവരാണ്. അങ്ങനത്തെ ഒരു വീട്ടിൽ ജനിക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗ്യം നമ്മൾ ഇങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴേ മനസ്സിലാവൂ. തുഅറഫുൽ ഹഖായിഖു ഇൻദ ഫുഖ്ദാനിഹാ. ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നത് ആ യാഥാർത്ഥ്യങ്ങൾ കിട്ടാതെയാകുമ്പോഴാണ്, ഇല്ലാതെയാകുമ്പോഴാണ്.